മാറുമോ? വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? നേടിയതെല്ലാം നിത്യയേ. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം നിത്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മഞ്ഞനല്ലോ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി ചെല്ലുമില്ലയേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ?
ഞങ്ങളുടെ സങ്കേതമായി വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അങ്ങനെ ചേർക്കപ്പെട്ട പ്രിയ ബ്രദറെ ഭവനത്തിലെ ശുശ്രൂഷമായി ശരീരമായി വന്നിരിക്കുന്നു. സഹവിശ്വാസികൾ, സ്നേഹിതർ എല്ലാവരും ജീവിതാവസ്ഥ എല്ലാവരും കഥാടുകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നാമം ഈ ശുശ്രൂഷയുടെ മഹിമപ്പെടുകയാകുമാറാകണമേ. ഞങ്ങളുടെ പെട്ടെന്ന് വരും. അതിനുവേണ്ടി ഒരു ജീവിതപ്പെടും ശേഷി ഞങ്ങൾ എല്ലാവരും സഹായിക്കുമാറാകണമേ. കൂടിയിരിക്കണം മഹത്വപ്പെടുക്കണമേ. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. പ്രിയനേ യേശുനായകനേ എപ്പോൾ വരും പ്രിയനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങേ ആശ്ലേഷിപ്പാ എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങേ ആശ്ലേഷിപ്പാ എന്റെ യേശുവേ വാനമെങ്ങേ വേഗം വന്നിടണേ എന്റെ യേശുവേ വാനമെങ്ങേ വേഗം വന്നിടണേ പ്രിയനേ എന്റെ യേശുനായകനേ എപ്പോൾ വരും പ്രിയനേ എന്റെ യേശുനായകനേ എപ്പോൾ വരും. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്ത പ്രകാരം പ്രിയ സഹോദരൻ സോജന്റെ ഡെഡ് ബോഡി മറവ് ചെയ്ത ഈ സമയത്ത് ഏറിയ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഒരു കൃഷിക്കാരൻ ആ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. ആ വിത്ത് വിതച്ച് അത് വിത്ത് ദ്രവിച്ചാലും ആ വിത്തിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെയാണ് ആ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നത്. 5:12 മുതൽ 28 വരെയുള്ളതായ വേദഭാഗവും 35 മുതൽ 58 വരെയുള്ളതായ വേദഭാഗവും ദേവദാസന്മാർ മാറി മാറി വായിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചുള്ള പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞതെങ്ങനെ? മരിച്ചുള്ള പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികയും ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനുള്ള സാക്ഷി എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതുമിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സിനോട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാനവും തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു.
നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരത്വത്തെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദൈവത്വം അതിർവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തനാഥത്തിങ്കൽ പെട്ടെന്ന് അണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചവർ രക്ഷകരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അതിർവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അതിർവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. 2 കൊരിന്ത്യർ 5:1 മുതൽ 10 വരെയുള്ളതായ വേദഭാഗങ്ങൾ ദേവദാസന്മാരിലാരെങ്കിലും ഒരാൾ വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുമെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒഴിവാനല്ല മാധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനും ചെയ്യാൻ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അക്ഷാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ഈ കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുമെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. യോഹന്നാൻ 5:24 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ സഭയുടെ സിസ്റ്റർ ബി.ജി. തോമസ് വായിച്ചു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ളതായ വേദഭാഗം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശിസ്സുകളീ. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ ഡെഡ് ബോഡിയുടെ മുഖം മൂടുകയും യാത്ര പറയുവാനുള്ളവർക്ക് യാത്ര പറയുവാനുള്ള സന്ദർഭമാണ് ഡെഡ് ബോഡിയുടെ മുഖം മൂടുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ ക്ഷണിക്കും. കാണാറുണ്ട്. ഈ സുവർണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ സുവർണവാളൻ നമ്മെ ചേർക്കുവാൻ അങ്ങോട്ട് നീങ്ങി മധ്യവാനിൽ ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം
ഫോട്ടോ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവീടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായ വേദഭാഗം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധനഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന്റെ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിടെയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നതെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയോടുകൂടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ആ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ കർത്താവ് ആശീർവദിക്കുകയാണ്. അതുപോലെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, തീരുമാനിച്ച പ്രകാരം പ്രിയസ്വാമിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ പോകുന്ന ഈ സമയത്ത് കർത്താവേ, നീ അതിശയകരമായ കരം നീട്ടി ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ കർത്താവേ നീ ആശീർവദിക്കുമാറാകണമേ. കർത്താവേ, സ്വർഗ്ഗത്തിൽ ഒരുക്കുന്നതായ പ്രത്യാശയാൽ നിറയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ഈ സമയത്ത് ഏറെ പ്രത്യാശയോടെ ഞങ്ങൾ നിറച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് നിന്റെ മക്കളെ കർത്താവേ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ഈ സമയത്ത് കർത്താവേ അതിശയകരമായ കരം നീട്ടി ഓരോരുത്തരും നീ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ശുശ്രൂഷ ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം കർത്താവേ നീ ഒരുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ പിന്നെയും വന്ന് ചേർത്ത് കൊള്ളുമെന്നുള്ളതായ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസം നൽകിയിരിക്കാൻ സ്തോത്രം. ശുശ്രൂഷ ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമം തന്നെ ആമേൻ. പ്രിയ സഹോദരൻ സോജ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും വരെ വിശ്രമിക്കേണ്ടതിന് പൂഴിയാകുന്ന നിന്നെ പൂഴിക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ കർത്താവ് ഗംഭീരനാദത്തോടോ പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സന്തോഷം
അനുഗ്രഹിച്ചനായി സ്തോത്രം കൈകൊണ്ടൂർ സഭയുടെ മുൻ ശുശ്രൂഷകനും ഡിഗ്രി സെന്ററിന്റെ ശുശ്രൂഷകനുമായിരിക്കുന്ന പ്രാർത്ഥിച്ച ആസ്വാദനം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ വാത്സല്യ പൈതലിന്റെ സംസ്കാര ശുശ്രൂഷ ഇവിടെ നിർവഹിപ്പാൻ നീ ഇടയാക്കി തീർത്തു. ഭൃത്യന്മാരെ നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമല്ലോ. കർത്താവേ, ഈ പ്രിയ പൈതലിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, അവൻ്റെ പ്രിയ സഹധർമ്മിണി, പ്രിയ കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, കുടുംബങ്ങൾ, സഭാജനങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ചർച്ചക്കാർ, ഞങ്ങളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയുകയില്ല. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ എൻ്റെ മക്കളെ നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളിവിടെ ഭൗതികമായ ശരീരം അടക്കം ചെയ്തിരിക്കുന്നു. ഒരാത്മീക ശരീരം ഉയർക്കുന്നതായ സുദിനമുള്ളവനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തു വരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പ്രിയ പൈതൽ സോജുവിനെയും കാണാം എന്നുള്ള ഏറെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ ദൈവമേ, നിന്റെ വഴി വിട്ടെടുത്തോട്ട് വലത്തോട്ട് പോകാണ്ടിയാകാം. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ പാലിപ്പാൻ, ഞങ്ങളുടെ ആയുസ് ഭയത്തോട് കഴിപ്പാൻ ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യാത്രയിൽ ശുശ്രൂഷകളിലൊക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിൽ ഇത് സാന്നിധ്യമുണ്ടാകണം. ഞങ്ങളുടെ പ്രിയ സഹോദരനെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ കടന്നു പോകുന്നു. നിന്റെ വലിയ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ നിന്റെ വരവ് വരെ ഉത്തമ സാക്ഷികളെ നിൽപ്പാൻ നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രദാസന്മാർക്കായി സ്തോത്രം. ശിശുപാനിയും ബലവും ആരോഗ്യവും നീ കൊടുത്തനായി സ്തോത്രം. വിനയും ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ആശ്വാസവാക്കുകൾക്ക് പരിമിതി ഉണ്ട്. എന്നാൽ പരിമിതി കൂടാതെ പ്രവർത്തിപ്പാൻ കഴിയുന്ന നിന്റെ വചനം അവിടെ ഉള്ളിൽ കടന്നു ചെന്ന് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. കർത്താവ്, കൈപ്പിട്ട് സഭയെ അനുഗ്രഹിക്കണമേ. പ്രിയാമകന്റെ വേർപാട് മൂലം വന്നിട്ടുണ്ട്. അതിലേക്ക് വിശ്വസ്തരായവരെ നീ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതൊരും കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്താട്ട് അല്പദിവസം സ്തോത്രം ചെയ്യാം. സകലവിധേയം കവിയുന്ന സമാധാനം നമ്മളോടും നാം ഓർത്ത് സകല വിഷയങ്ങളോടും ഈ പ്രിയ ദുഃഖത്തിലാക്കിയ ഭവനത്തോടും അതിലെ സകല ജനങ്ങളോടും സഭാവിശ്വാസികളോടും ഇവിടെ നിൽക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും കൂടെ അവിടുത്തെ മേഘത്തിലെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, Thank you.